Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ iOS 13.7 കുറച്ച് മുന്നേ റിലീസ് ചെയ്തു. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾക്കും വീഡിയോസിനും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കൻ ബട്ടണും നിങ്ങൾ മറക്കാതെ എന്നെ വിളിക്കുക. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കാര്യമായിട്ടുള്ള വലിയ ചേഞ്ചസ് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് iPhone 7 ഈ ഒരു അപ്ഡേറ്റ് വന്നത് ഏകദേശം 135 MB-ക്കാണ്. ഇവിടെ നോക്കി അറിയാം 135 MB. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് വേരി ചെയ്തെന്നിരിക്കും. അതായത് പല ഡിവൈസിലും പല സൈസിലായിരിക്കും വരുന്നത്. ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ അപ്ഡേഷൻ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ 13.6 അല്ലെങ്കിൽ 13.5 ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അപ്ഡേഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് അതിലും ഹയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫയൽ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻസ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ നോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മൈനറായിട്ടുള്ള ബഗ് ഫിക്സസും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മോഡം ഫേവറിൽ സ്റ്റാർട്ട് ചെയ്യാം. മോഡം ഫേവർ ഈ ഒരു അപ്ഡേഷനിലും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോഡം ഫേവറിൻ്റെ കാര്യത്തിൽ യാതൊരു അപ്ഡേഷനും ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് പറയാനുള്ള ഇതിൻ്റെ സെക്യൂരിറ്റി പാച്ചസിനെ പറ്റിയാണ്. ബഗ് ഫിക്സസ് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് മേജറായിട്ടുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഓൾറെഡി കഴിഞ്ഞ അപ്ഡേറ്റിൽ 30.6.1 അപ്ഡേറ്റിൽ ഓൾമോസ്റ്റ് മേജർ സെക്യൂരിറ്റി പാച്ചസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ബഗ്സ് എല്ലാം തന്നെ ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ കാര്യമായിട്ടുള്ള യാതൊന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം CVE എൻട്രീസ് ഒന്നും തന്നെ ഇല്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. കൃത്യമായിട്ട് നോക്കി അറിയാം CVE എൻട്രീസ് യാതൊന്നും തന്നെ ഇല്ല. അതിൻ്റെ അർത്ഥം സെക്യൂരിറ്റി പാച്ചസ് ഒന്നും തന്നെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് മേജറായിട്ടൊരു ചേഞ്ച് ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്ന എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സെറ്റിംഗ്സിൽ ഇപ്പോൾ പോവുകയാണെങ്കിൽ നമുക്കിവിടെ എക്സ്പോഷർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു സെയിം ഓപ്ഷൻ ഓൾറെഡി നമുക്ക് iOS 14 നിങ്ങൾക്കറിയാം. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ ഈ ഇപ്പം iOS 13 വന്നിരിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ, എക്സ്പോഷർ നോട്ടിഫിക്കേഷൻ ഒരു ഓപ്ഷൻ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നുകൊണ്ട് യാതൊരു തേർഡ് പാർട്ടി ആപ്സിൻ്റെയും സഹായമില്ലാതെ തന്നെ COVID-19 നോട്ടിഫിക്കേഷൻ, എക്സ്പോഷർ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് iOS 13. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. ഈവൻ അമേരിക്കയിലാണെങ്കിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചർ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പം വിഷ്വലി iOS 13.7 ഈ ഒരു ചേഞ്ച്, എക്സ്പോഷർ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ കൊണ്ടുവന്ന ഒരു ചേഞ്ച് അല്ലാതെ യാതൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സും അതേപോലെ തന്നെ ബഗ് ഫിക്സസും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിക്കകത്താണ്. ബാറ്ററി ഹെൽത്തിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഡീഗ്രേഡേഷനോ വന്നിട്ടുണ്ടോ നോക്കണം. അപ്പം ബാറ്ററി ഹെൽത്തിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെയും 93% തന്നെയായിരുന്നു. ഇപ്പോഴും ആ സെയിം പെർസെൻറ്റേജിൽ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാറ്ററി ഹെൽത്തിൽ എന്തെങ്കിലും റിഡക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നീട് പറയാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റിയാണ്. ഇത്ര നേരത്തെ യൂസേജിൽ എനിക്ക് 13.6.1 ഉണ്ടായിരുന്ന ആ ഒരു സിമിലർ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി തന്നെ ഈ ഒരു അപ്ഡേറ്റിലും കാണുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ അപ്ഡേറ്റിൽ 13.6.1 അപ്ഡേറ്റിന് ശേഷം പല കൂട്ടുകാരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് പല കംപ്ലയിൻസും ഉണ്ട്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ട്, അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഫേസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഫോൺ വഴി അപ്ഡേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ലാപ്പോ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലൈറ്റനിങ് കേബിളുമായിട്ട് ഡിവൈസ് കണക്ട് ചെയ്യുക, iTunes ഓപ്പൺ ചെയ്യുക. iTunes ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ iTunes ലിങ്ക് കൊടുക്കാം. അപ്പോൾ വിൻഡോസ് യൂസേഴ്സിന് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാനാണ്. iTunes ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഫോൺ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേഷൻ എന്ന ഓപ്ഷൻ വരും. അതിൽ അപ്ഡേറ്റ് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഡിവൈസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഗീക്ക് ബെഞ്ച് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു ടെസ്റ്റ് റൺ ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പം ഇതാണ് നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംഗിൾ കോർ സ്കോർ എന്ന് പറയുന്നത് 3564 മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത് 6065 അപ്പോൾ എനിക്ക് തോന്നുന്നത് iPhone 7 സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 13.6 അല്ലെങ്കിൽ ഏതെങ്കിലും അപ്ഡേറ്റ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേഷൻ ചെയ്യുക. കാരണം ഇത് ഏകദേശം iOS 13 കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാരണം ഈ ഒരു മാസം സെപ്റ്റംബറിൽ തന്നെ മിക്കവാറും iOS 14 റിലീസ് ചെയ്യും. iPhone 12 ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല ആപ്പിൾ. കാരണം ഓൾറെഡി ആപ്പിൾ വാച്ച് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലീസുകൾ ഈ മാസം തന്നെ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് iOS 14 അപ്ഡേഷൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് iOS 13.7 അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയി ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള
ബെല്ലൈക്കൺ ബട്ടൺ നിങ്ങൾ മറക്കാൻ എനേബിൾ ചെയ്യുക. വൺസ് അഗെയിൻ ദിസ് ഇസ് മീ Milan. Catch you guys in the next video. Till then, peace.